നിന്നെ കൊണ്ടുപോകാൻ എനിക്ക് പേടി. പിള്ളേർ എങ്ങനെയെങ്കിലും പോകും. അകത്ത് ഫ്രണ്ടും ബാക്കും എല്ലാം ഒരുപോലൊക്കെ ഇരിക്കുന്ന പോലീസ്. നിങ്ങൾ പോവാണോ? പൊന്നു കൈയൊന്നും പൊക്കല്ലേ, പെതുക്കെ ഇറങ്ങണേ. നോട്ട് ചക്രവർത്തി വരട്ടി വേറെ രുചിയുണ്ടല്ലേ. അപ്പൊ ദാണ്ട നമ്മള് നെക്സ്റ്റ് ഡേ ആണ് കേട്ടോ. അപ്പം ഇന്ന് നമ്മൾ ആദ്യം വന്നേക്കുന്നത് ദേ ഒരു ടെമ്പിളിലാണ് കേട്ടോ, ഒരു അമ്പലമാണ്. നോക്കാം എങ്ങനെയുണ്ടെന്ന്. ആദ്യമായിട്ടാണ് നമ്മൾ ഇവിടുത്തെ ഒരു അമ്പലത്തിൽ വരുന്നത്. ബാക്കിയൊക്കെ നമ്മൾ ഐലൻഡ് ആയിരുന്നല്ലോ. ഇന്ന് ഇവിടുന്നും പോകാൻ പോകുന്നത് ഐലൻഡാണ്. അതുകൊണ്ട് ഞാൻ വേറെ സെപ്പറേറ്റ് ആയിട്ടൊരു വ്ളോഗ് വേണ്ട, ആഡ് ചെയ്ത് വിടാമെന്ന് വിചാരിച്ചാണേ. അപ്പോൾ ബാ നമുക്ക് ആണ്ടേ ഈ സാധനമൊക്കെ കിട്ടി, ഇനി അങ്ങോട്ട് പോയി നോക്കാം. ആ ടെമ്പിളിന്റെ ഫ്രണ്ട് വശത്ത് അകത്ത് ഫ്രണ്ടും ബാക്കും എല്ലാം ഒരുപോലൊക്കെ ഇരിക്കുന്ന പോലീസ്. പക്ഷെ കാണാൻ നല്ല രസമുണ്ട് കേട്ടോ. അപ്പം നമ്മൾ ഇതിനകത്തോട്ടൊന്നും എൻട്രി അല്ല, ഞങ്ങൾ ആ ഫ്രണ്ടിലൊക്കെ അവിടെയൊക്കെ പോയി നിന്നിട്ട് കുറേ വീഡിയോസും ഫോട്ടോസൊക്കെ എടുത്തു. ഭയങ്കര വെയിലും ഉണ്ട്. പിന്നെ അറ്റത്തുള്ള കടകളിലൊക്കെ കേറുന്നതും ഈ ടെമ്പിളിന്റെ അകത്തും കേറാൻ പറ്റും. അങ്ങനൊക്കെ ഉണ്ട് കേട്ടോ. സമയം കാണും അടയ്ക്കുന്നത്. ചിലപ്പോ ആയിരിക്കാം. നമുക്ക് വണ്ടി വെയിറ്റിംഗ്, നമുക്ക് ടൈം കുറച്ചേ ഉള്ളൂ. 11:10 വരെ പറഞ്ഞത്, ഇനി 3 മിനിറ്റേ ഉള്ളൂ. അതായത് ഫോട്ടോ വീഡിയോ എടുക്കാൻ വേണ്ടി അവിടെ മണി അടിക്കുന്ന പോലത്തെ എന്തൊക്കെയോ സംഭവങ്ങളുണ്ട്. എന്തോന്ന് പറഞ്ഞും തരും, അതും എനിക്കറിയത്തില്ല ഫ്രണ്ട്സ്. ഇതൊക്കെ സെർച്ച് ചെയ്ത് നോക്കിയിട്ട് വല്ലതും പറഞ്ഞു തരാൻ പറ്റും. അല്ല, നമ്മൾ ഇവിടെ വരുമെന്ന് അറിയത്തില്ല. അതെ, എനിക്കറിയത്തില്ലായിരുന്നു ഇവിടെ വരും. നമ്മൾ വണ്ടിയിൽ കയറിയപ്പോഴാണ് പറയുന്നത് ഇതുപോലെ. അതെ മുത്തുമണി, നമ്മൾ ആദ്യമല്ലേ, വലിയ അറിവില്ല. പിന്നെ അതാണ്ടേ ഇതൊരു വലിയൊരു മലയാണ്. അതിന്റെ അകത്തോട്ടാണ് ഒരു അമ്പലം. നമുക്ക് അകത്തോട്ട് പോയി നോക്കാം. ഇത് ബുദ്ധ പ്രതിമയാണ് കേട്ടോ മുത്തോണീസ്. ഇവിടുത്തെ സൗണ്ട് അടിപൊളിയാണ്. അപ്പൊ മുത്തോണീസ് ദാണ്ട നമുക്ക് ഇവിടെ ഇവിടെ നമുക്ക് ഫോട്ടോസും വീഡിയോസും എടുക്കാൻ പറ്റുന്ന സ്ഥലമാണ്. അപ്പൊ അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് സെൽഫി സ്റ്റിക്ക് വെച്ചതാണ്. അപ്പൊ ഇനി മേളിലോട്ട് പോവാം. അങ്ങോട്ട് സ്റ്റെപ്പ് ഉണ്ട്, നമുക്ക് പെട്ടെന്ന് പോയി നോക്കാം. അറിയത്തില്ല, ബാ. പൊന്നൂസിന്റെ മൈക്ക് വേണോ? വേണമെങ്കിൽ കൊടുത്തോ. മേളിലോട്ട് കയറാം. ആണോ ചെരുപ്പ്? താണ്ട് ഇവിടെ കയറാനുള്ള വഴി ഇതാ. ചെരുപ്പ് കൂടെ ഊരിക്കോണേ. മൂന്നുകുട്ടനാണെങ്കിൽ ഉറക്കം ശരിയാവാത്തത് കൊണ്ട് വണ്ടി കിടന്ന് നല്ല ഉറക്കമായിരുന്നു. അത് ശരിയാവാത്തതിൻ്റെ ഒരു വീഴ്ചകേടാണ് മുഖത്ത് കാണുന്നത്. ഭയങ്കര ഇരുട്ടാണ്. അതുമല്ല ഫ്ലാഷ് ഓൺ ആവുന്നില്ല ഫോൺ ടെമ്പറേച്ചർ ചൂടായി കേട്ടോ. അതുകൊണ്ട് ഇവിടുത്തെ കാണാൻ നല്ല രസമുണ്ട്. കാരണം ഒറിജിനലി കാണാൻ നല്ല രസമുണ്ട്. കല്ലൊക്കെ കുത്തി വെച്ചിരിക്കുന്നത്. പെതുക്കെ സ്റ്റെപ്പ് പെതുക്കെ ഇറങ്ങണേ. എളുപ്പം അത്ര ഇറങ്ങണം. പെട്ടെന്ന് വരാം, ഞങ്ങളില്ലാതെ പോവല്ലേ. വേണ്ടല്ലേ? ഓക്കെ. പൊന്നു മോനോട്ടെ സ്ലിപ്പാവാൻ നോക്കണം. ഇവിടെയൊക്കെ ബുദ്ധപ്രതിമയുണ്ട് മുത്തോണി. അപ്പോൾ അതെ, വേറെ കൊണ്ട് ഷേപ്പ് ചെയ്ത് എന്തോ പറയാനാ. 20 മിനിറ്റ് സമയം തന്നത്, അത് 15 മിനിറ്റ് സമയം ഫോട്ടോസും വീഡിയോസും എടുത്ത് കളഞ്ഞോണ്ടാ സമയം പോയത്. അല്ല, ഈ വീഡിയോ ഒക്കെ എടുത്തല്ലേ നമുക്കൊരു മെമ്മറി ആയിട്ട് കിടക്കുവോ? അതെ, എല്ലാവരും മെമ്മറിയാണ്. അതാകുമ്പോ നമുക്കും കാണാം, നിങ്ങൾക്കും കാണാം, എല്ലാം കാണാം. ഇതിപ്പോ എല്ലാരും പോയി എടുത്ത ഇവിടെ നമുക്ക് നഷ്ടമായി പോകും. അതുകൊണ്ട് ഇവിടെ നേർച്ചയാന്ന് തോന്നുന്നു കേട്ടോ. ഫ്ലാഷ് ഓൺ ആവുന്നില്ല, അതുകൊണ്ട് അതൊരു പ്രശ്നമാണ് മുത്തുമണി. ഇത് ഇവിടുത്തെ നേർച്ചയായിരിക്കും. നമ്മുടെ ആദികടലങ്ങ പള്ളിയിൽ ആഗ്രഹങ്ങൾ സാധിക്കാൻ വേണ്ടിയിട്ട് നമ്മളിങ്ങനെ 5 കല്ല് എടുത്ത് അടുക്കി വയ്ക്കും. അതുപോലെയാണെന്ന് തോന്നുന്നു ഇങ്ങനെ വെച്ചേക്കുന്നത്.
അല്ല അതെ അതുപോലെ കല്ലെടുത്ത് വെച്ചേക്കുന്നോണേ. എന്തോ അറിയാമോ? ഓ ചെറിയ അണ്ണേ പിന്നെ വീഡിയോയിൽ കറക്റ്റ് കാണാൻ പറ്റുമോ എനിക്ക് അറിയത്തില്ല മുത്തുമണീസ്. കാരണം ഗുഹയിൽ ലൈറ്റ് ഇല്ല, ചെറിയ വെട്ടമേ ഉള്ളൂ. പിന്നെ അതുപോലെ എൻ്റെ ഫോൺ ഹീറ്റായത് കാരണം അയ്യോ ഫ്ലാഷ് ഓൺ ആവുന്നില്ല. എനിക്ക് അങ്ങനെ തന്നെ വേണം. സ്ലിപ്പാവാൻ നോക്കിയോ? ഓ അടിപൊളി, എനിക്ക് പേടിയാവുന്നേ. ആണോ എനിക്ക് വീഡിയോ പെതുക്കെ നിന്നെ കൊണ്ടുപോകാൻ എനിക്ക് പേടി. എന്നെയോ? പിള്ളേർ എങ്ങനെയെങ്കിലും പോകും. എന്നാ ഫോൺ പിടിച്ചോ. ഇനി ഇവിടെ ഇത് ഉരുണ്ട് വീഴും. മക്കളെ നേരെ പോയി ഇത് കാണും മേലോട്ട്. അതെന്തൊരു ഇത് ലൂസായി പോയത് അറിയത്തില്ല. വാ ഞാൻ ചെരുപ്പ് ഊരി താഴെ ഇട്ടിട്ടാ കയറി വന്നത്. എപ്പോഴും എനിക്ക് തട്ടി വീഴക്കോന്ന് പറഞ്ഞ സംഭവം ഉള്ളതാ. ഇവിടുന്ന് വീണാ എന്റെ കാര്യം കഴിഞ്ഞില്ലേ. പെതുക്കെ യൂ ഇതൊക്കെ കുത്തനെ സ്റ്റെപ്പ്. ഇവിടുന്ന് എടുക്കാൻ നല്ല ഭംഗിയാണ്. ഇതൊക്കെ കേറിയപ്പോ അറിഞ്ഞില്ല. അതാ പറഞ്ഞ നീ പിടിച്ചിറങ്ങ, നീ സംസാരിക്കണ്ട, ഞാൻ സംസാരിച്ചോളാം. അന്ന് ഇവിടെ ഒന്നും സ്റ്റെപ്പ് ഇല്ലായിരുന്നു, ഇപ്പൊ ആൾക്കാർ സ്റ്റെപ്പ് ഉണ്ടാക്കിയത്. ഓ ഇവിടെയൊക്കെ നിന്ന് എടുക്കുമ്പോഴാണ് അടിപൊളി. പക്ഷേ ഫ്ലാഷ് ഓൺ ആവാത്തതുകൊണ്ട് ഇവിടെ ജസ്റ്റ് ഷോപ്പിങ്ങിന് വേണ്ടിയിട്ട് നിർത്തിയാണ് കേട്ടോ. വെള്ളം തരുമോ? വെള്ളം മേടിക്കണമെന്നാണോ പറഞ്ഞത്? എന്തേലും പറ ചേച്ചി, ഒന്നും മനസ്സിലായില്ല. ഇവിടെ നിന്നാണ് നമ്മൾ നെക്സ്റ്റ് ഐലൻഡ് ജെയിംസ് ബോണ്ട് സിനിമ ഷൂട്ട് ചെയ്ത് ആ ഐലൻഡിലോട്ട് പോവുകയാണ് കേട്ടോ. സമയമില്ല, അതുകൊണ്ട് വെപ്രാളം, എല്ലാവർക്കും വെപ്രാളം. മോനൂട്ടാ ക്ലിപ്പ് നല്ലപോലെ ഇട്, ബാക്കി ഞാൻ വീഡിയോ കയറിയിട്ട് കാണിക്കാട്ടോ മുത്തുമണീസ്. ഓ അയ്യാ പോവും. അതുകൊണ്ട് വെള്ളം ഒറ്റ വാങ്ങിച്ച് നമ്മള് ബോട്ടിൽ കയറാൻ പോവാണ് മുത്തുമണീസ്. പോണേ ഇങ്ങനെ കയറി പുറകോട്ട് ഇരിക്കണം. അണ്ണ ഇവിടുന്ന് ഇങ്ങനെ കേറിക്ക് പോണൂട്ടാ. അതെന്താ കേറാൻ ഒക്കാത്ത കാര്യം അവരില്ലേ പറഞ്ഞത്? അയ്യോ ബോട്ട് തായി അങ്ങോട്ട് ദൂരോട്ട് പോകുന്നു. കേറി വരൂ. കേറിക്കൂ. ഹായ് മക്കളെ, മോനോട്ടാ ഹായ്. അപ്പോൾ രണ്ട് മുത്തുമണീസ് നമ്മൾ ബോട്ട് അങ്ങോട്ട് എടുത്തു. ഇതിൽ നമ്മുടെ ഈ കൊല്ലത്തൊരു ഇതുണ്ടല്ലോ അണ്ണാ, എന്തോ പറയുന്നേ, മാൻഡ്രോത്തുരുത്ത്, അതുപോലെ ഒരു ഫീല് കേട്ടോ മുത്തുമണീസ്, മാൻഡ്രോത്തുരുത്ത് പോലെ. അപ്പം ഇതിലെ നമ്മൾ നെക്സ്റ്റ് ഐലൻഡിലോട്ട് പോവാം. അതെ എനിക്കതുപോലെ ഫീൽ ചെയ്യുന്നത് കേട്ടോ. പിന്നെ ഞാൻ മൈക്ക് എടുത്തിട്ടില്ല മുത്തുമണീസ്, കാരണം ഈ കോട്ടൊക്കെ ഇട്ടേക്കുന്നതുകൊണ്ടേ തട്ടിത്തടഞ്ഞ് എവിടെയെങ്കിലും അതിൻ്റെ ക്ലിപ്പും കാര്യമൊക്കെ പോകും. അതുകൊണ്ട് അല്ലാതെയാണ് സംസാരിക്കുന്നത്. കേൾക്കോ ഇനി ഇത് ഞാൻ എഡിറ്റ് ചെയ്യുമ്പോഴേ എനിക്കിതിൻ്റെ ഇത് അറിയാൻ പറ്റും. അതാണ് നമ്മൾ കണ്ട അതിനകത്തൂടെ കയറി പോകാൻ പോവാ. ഇവിടെ ഇതിൽ എങ്ങനെ ഇവരൊക്കെ ഡെയിലി വരുന്നോണ്ട് അവർക്ക് അറിയാം. വാവ് ഇതടിപൊളി, ഇങ്ങനെ കാണാൻ രസമുണ്ട്. അടിപൊളി. അവിടെ നിന്ന് വെളി ഇറങ്ങിയപ്പോൾ ഭയങ്കര വെട്ടം. മോനൂട്ടാ ഉറങ്ങിയിരിക്കുവാണോ ഇപ്പോഴും? അതിനുമ്പ് എത്തിയെന്ന്. നമ്മൾ ഈ ബാഗും നമ്മുടെ ലൈഫ് ജാക്കറ്റും ഇവിടെ ഊരി വെച്ചിട്ട്
അങ്ങോട്ട് പോകാനാ, ഈ ബോട്ടിൽ പോകാനാട്ടോ. 300 ചെറുതിന്. അയ്യോ 1000 ബാത്ത്. ഇവിടെ ഒരു പ്ലാസ്റ്റിക് പാമ്പെടുത്തന്നെ ദേഹത്തിട്ട് ഞാൻ ഇവിടെ സംസാരിച്ചു വന്നപ്പോൾ നിലവിളിച്ച്. 1000 ബാത്തെണ്ണേ, 1000 ബാത്തോ, തായ്ലാൻഡ് ബാത്ത്. ആ കേറിക്കോ, നമ്മളും കേറാൻ പോവാണ്. മുത്തോണീസ് മോർക്കുട്ടെ കൂടെ നീ എനിക്ക് എനിക്ക് പേടിയാണ്, വെള്ളമേ പേടിയാണ് എനിക്ക്. നമ്മൾ കണ്ട ഇതിലോ സൺസ്ക്രീൻ ഇടുന്നതിന് പുച്ഛമാണ്. ഇപ്പൊ അത് കറുത്ത് കരുവാളിച്ചിട്ട് ഇവര് 3 പേര് ടാനടിച്ച് ഉണ്ട്. സൺസ്ക്രീൻ ഉണ്ട് ബാഗിൽ. സൺസ്ക്രീൻ ഒക്കെ ഇട്ട് എല്ലാവരും സെറ്റായി മുത്തോണീസ്. സമയം അവർക്കറിയാം, കറക്കിയിട്ടും കൊണ്ടുവരും. ചുമ്മാ രസാ. അതുകൊണ്ട് ലൈൻ്റെ അടിയിൽ കൂടി ഇങ്ങനെ ഒന്ന് കറക്കി ഇങ്ങ് വരും. ആ പോയി പൊന്നു നോക്കട്ടെ. പൊന്നൂസൊക്കെ നല്ല ടാൻ അടിച്ച് കയറിക്കാം. 2 ചിൽഡ്രൻസ്. ആ പതുക്കെ അന്നം കയറാൻ. അയ്യോ അയ്യോ നിങ്ങൾ പോവാണോ? അയ്യോ അണ്ണേ, അയ്യോ ഒരു വണ്ടി നെല്ലി പറഞ്ഞത്. ഞാൻ വരാ അണ്ണേ. എന്തോ പറഞ്ഞു എനിക്ക് മനസ്സിലായില്ല. അയ്യോ വരട്ടാ. അതെ, ഞങ്ങൾ 2 ബോട്ടിലായിട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. മുത്തോണി നല്ല വെയില്. ആണ്ടേ ഹായ് പൊന്നു ഇങ്ങോട്ടേക്ക്. ശരിയാ, ചെറിയൊരു ചത്ത കിടക്കുന്നു. ബാബിക്യൂ. ആ മീനിന്റെ പേരതാണ്. ഈ ചേട്ടൻ പറഞ്ഞ ബാബിക്യൂ. ആ അതെ ഇങ്ങനെ അകത്തൂടാണോ എണ്ണേ പോന്നേ? അകത്തൂടാണോ പോണേ? ഓ ആ ഓക്കെ. മറ്റേ ഫോണും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ അണ്ണൻ എടുക്കായിരുന്നു. കിടക്കണോ ചേട്ടാ? ആ പൊന്നു ഇങ്ങനെ കിടന്നോ. പൊന്നു കൈയൊന്നും പൊക്കല്ലേ, ഇവിടെ തൊട്ടാ നല്ല വേദന എടുക്കും കേട്ടോ. കണ്ടോ. ആ ഓക്കെ. നമ്മളിങ്ങനെ കാലൊക്കെ ഇട്ട് ഫോട്ടോസൊക്കെ എടുത്ത് മുത്തോണി ചേട്ടൻ ഫോട്ടോ എടുത്തെന്ന്. അവര് ആ അങ്ങനെ മോനോട്ടെ കാല് മാറ്റി. ഇനി എങ്ങ് കാല് മാറ്റി പോന്നു. കാരണം മറ്റേ ബോട്ടൊക്കെ വന്ന് നമ്മുടെ കാലിൽ തട്ടും കേട്ടോ. അപ്പം അങ്ങനെ നേരെ ഇരുന്നോ. അടിപൊളി മുത്തോണീസ്, നല്ല രസമുണ്ട് കേട്ടോ. സൈലന്റ് ഏരിയ ആണ്. നമ്മളീ വന്ന ആൾക്കാരെ ചിരിയും ബഹളമൊക്കെ ഉള്ളു. അടുത്തത് നമ്മളിത് വാവ്. ഓ പൊന്നോ നോക്ക്, അടിപൊളി. അടിപൊളി മുത്തോണി. ഞാനിങ്ങനെ ഫോണിങ്ങനെ ഓണാക്കി വെച്ചേക്കുന്നത് ഞാൻ കാണുന്നതിനോടൊപ്പം നിങ്ങൾക്കും വരാൻ പറ്റാത്തവരും ഒക്കെ അവർക്കും കാണാൻ പറ്റും. പിന്നെ അതുപോലെ തന്നെ വർഷങ്ങൾക്ക് ശേഷം നമുക്കും ഒരു മെമ്മറി ആണല്ലോ. യൂട്യൂബിൽ എടുത്തിങ്ങനെ നോക്കുമ്പോൾ എനിക്കും ഇതൊക്കെ കാണാം, ആ ഓർമ്മകൾ. അതൊക്കെ ഒരു സത്യം പറഞ്ഞ ഒരു രസമാണ്. അപ്പം അതുകൊണ്ടാണ് ഞാനിത് കാണുന്നതിനോടൊപ്പം ഞാനിതെല്ലാം ക്യാമറയിലും ക്യാച്ച് ചെയ്യുന്നത്. നല്ല രസമുണ്ട് കേട്ടോ, നേരിട്ട് കാണാൻ ഭയങ്കര വ്യൂ. ഇങ്ങോട്ട് കാലം പിടിച്ചിങ്ങോട്ട് ഇപ്പൊ അടുത്തായി. അവിടുന്ന് നമ്മൾ ഇങ്ങോട്ട് ഇറങ്ങി കഴിഞ്ഞാൽ ഭയങ്കര ഇട്ടേക്കുന്ന സ്ഥലം വരെ നമുക്ക് പോകാൻ പറ്റും. അതിന് അപ്പുറത്തോട്ട് ഈ ബോട്ടുകൾക്ക് എൻട്രി ഇല്ല. കാരണം ചിലപ്പോൾ ആഴമോ ഈ കൊച്ചു ബോട്ടുകൾ പോയാലേ അവർക്ക് നമ്മളെ രക്ഷിക്കാൻ പറ്റുന്നതിനപ്പുറമൊക്കെ ആയിരിക്കും ആഴം. അപ്പം അതുകൊണ്ട് ഇട്ടേക്കുന്നത്. അതപ്പുറത്ത് ചേട്ടാ പല ഏരിയ ഉണ്ട് മോനെ. വളഞ്ഞിങ്ങനെ ഫുള്ളായിട്ട് കിടക്കുമല്ലേ, അതിൻ്റെതായ ഒരു ഇതിലാണ്. യോ മുത്തുമണീസ് യോ.
എല്ലാരും ഒരു യോ ഇടി. Video. Yeah. Okay. Babies. No married. No married. Married. No money. മണി നോ മണി, പൈസ ഇല്ലാത്തതുകൊണ്ട് കല്യാണം കഴിച്ചിട്ടില്ലെന്ന്. ഈ അങ്കിളിന് 3 ചിൽഡ്രൻസ് ഉണ്ടെന്ന്. യു ലുക്ക് ഷാരൂഖ് ഖാൻ. അഞ്ഞ കണ്ടാലും മതി, ഉണങ്ങിയ ഷാരൂഖ് ഖാൻ. മോനുട്ടൻ. അച്ചോ. ഓ ഏതിലായിരുന്നു? ആ ബോട്ടിൽ നിന്നല്ലേ നമ്മൾ വന്നത്? ആ അതെ അതെ. Sorry. Finish? Yeah. 30 minutes. 30 minutes. 30 minutes. അൽഹ ഫാത്തിമ ആദം. ആദം. ഗുഡ് നെയിം. ആദം നബി. ആദം നബി. ഇത് ഷാജഹാൻ. ഷാജഹാൻ ചക്രവർത്തി. സാലിഹ. ആ ഇത് നോട്ട് ചക്രവർത്തി, ചക്കവരട്ടി. താജ്മഹൽ കിങ് നെയിം ഷാജഹാൻ. ഹജ്ജ് ഉംറ ചെയ്തിട്ടുണ്ടോന്ന്. 10 years സൗദി അറേബ്യ ജോബ് ചെയ്തിട്ടുണ്ട്. അണ്ണ ഉംറ ചെയ്തിട്ടുണ്ട്. നമ്മള് 3 പേര് 3 times ഉംറ. അങ്ങനെയൊക്കെ ഇംഗ്ലീഷ് ഒപ്പിക്കാൻ പറ്റും. ഇൻഷാല്ല ദുആ ചെയ്യാ. അതെ, ചെയ്യണമെന്ന് വലിയ ആഗ്രഹമാണ് ഉംറ ചെയ്യണമെന്നൊക്കെ. ഇൻഷാല്ല ദുആ ചെയ്യുവാ. ചില്ലറ ഉണ്ട് ചോയിര്. തണുപ്പ് കുറവാ, കുഴപ്പമില്ല. ഇങ്ങനെ നമ്മൾ പോകുന്നിടത്ത് നിന്നൊക്കെ നമുക്ക് വെള്ളം കിട്ടും. അതൊരു വലിയ ആശ്വാസമാട്ടോ. നമ്മൾ കൊണ്ട് നടക്കണം. നമുക്ക് ഏത് ഐലൻഡിൽ പോയിട്ട് എന്നാലും ബോട്ടിലും ഒക്കെ വെള്ളമാണ്. 2 ബാഗിൽ വെച്ചോ ബോട്ടിൽ ഇരുന്നോളി. ഓക്കെ ബാ. നമ്മളിത് നെക്സ്റ്റ് ഐലൻഡിൽ എത്തി. മുത്തുമണീസ്. 150 നമുക്ക് തിരിച്ച് ബോട്ടിൽ പോകണം. അപ്പം അതിന് മുമ്പ് ഇതെല്ലാം കണ്ടിട്ട് തിരിച്ച് വരാം. അവിടെ കടയിൽ കുറേ സാധനങ്ങളൊക്കെ ഉണ്ട്. അകത്തുനിന്ന് വന്ന് നോക്കാം. ഗുഹയിൽ അതുകൊണ്ട് അകത്തുനിന്ന് ആൾക്കാരൊക്കെ ഇറങ്ങി നടന്നു വരുന്നത്. അപ്പം അണ്ണ ഇതിലേ കയറി അതിനകത്തൂടെ ആയിരിക്കും വരുന്നത് അല്ലേ? അതുള്ളാലോ. ഇതൊക്കെ പോണേ. അല്ലാവേ. എന്തോ അവിടെ മോനൂട്ട ഓടുന്നുണ്ട്. എനിക്ക് അങ്ങ് ടെൻഷനാട്ടോ. കാരണം ഇവൻ എപ്പോഴും വീഴ്ചയുള്ള ആളാണ്. ഇവിടെ എനിക്കേ കാണുന്നില്ല. ഒരു ഗുഹയുണ്ട് മുത്തുമണി. കുനിഞ്ഞ് അതിനകത്തൂടെ നടന്ന് കയറണം ഇല്ലയോ? മക്കൾക്ക് കയറി ഇറങ്ങാൻ പറ്റുമെങ്കിൽ കയറിക്കോ. അമ്മ കയറി കുടുങ്ങി. നിക്ക് അമ്മ അപ്പുറത്ത് നിൽക്കുക. അമ്മ കയറി കുടുങ്ങി പോവും. മോൻ പോകുമോനെ? എനിക്ക് വയ്യ. മഴ പെയ്യുമ്പോൾ വെള്ളം വരുമോ? വരും. മോനുക്കുട്ടാ, ഞാൻ ഈ പൊണ്ണത്തടിയും കൊണ്ട് കയറി. അതുപോലെ എനിക്ക് അതൊക്കെ ഭയങ്കരമായിട്ട് അതുകൊണ്ടാണ് ഞാൻ കയറാൻ നിൽക്കാൻ. വാ മോനെ.
ആനിവേഴ്സറി ആഘോഷിക്കാൻ ഇവിടെ. അതാരോ ചെയ്തു വെച്ചേക്ക 4th 45ാമത്തെ ആനിവേഴ്സറി April 29. 26 ആണെങ്കിൽ നമുക്ക് ആഘോഷിക്കാം. കൊള്ളാല്ലേ? സൂപ്പർ. എന്തേ അത് ഞാൻ എടുത്ത് അവിടെ പോവാൻ തോന്നുന്നില്ലേ? പോവാ മതിയായാ? മോനെ ചാടി ഇങ്ങ ഇറങ്ങുക. ബാഗ് എടുക്കണ്ടേ? അങ്ങനെ നമ്മള് നെക്സ്റ്റ് ഐലൻഡിലെത്തി മുത്തുമണീസ്. ഇവിടെ നിന്നാണ് തോന്നുന്നു നമുക്ക് ലഞ്ച് കേട്ടോ. അതെ, ലഞ്ച് ഇവിടുന്ന് തന്നെയാണ്, റെസ്റ്റോറൻറ്റിലാണ് വന്നത്. ഇവിടുന്ന് സ്പീഡ് ബോട്ടിലൊക്കെ ആൾക്കാരൊക്കെ ചുമ്മാ ഇങ്ങനെ കറങ്ങാനൊക്കെ പോകും. ഇതെന്റെ പടപെടാന്ന് അടിക്കുന്നു, ഊരി പോവാ. ഇന്ന് പെട്ടെന്ന് സമയം പോയി. ശരിയാ. ഇത് കണ്ട തൂണിനകത്തൊക്കെ നിൽക്കുന്നേ. ഇത് കഴിഞ്ഞാ ഇത് ഫുഡാ മോനെ. അത് കഴിഞ്ഞ് വേറെ ഐലൻഡിൽ പോവായിരിക്കും. ശരിയാ. അതിനാ ഡ്രസ്സ് എടുത്തു. ആണ് ചിക്കനാ. ഇതൂടെ ഉള്ളല്ലോ ലഞ്ച്. നമുക്ക് ഫുഡ് കഴിക്കാം. വിഷം പൊന്നു ഇഷ്ടമുള്ള എന്തോന്ന് വെച്ചാൽ എടുത്തോ കേട്ടോ. എന്നിട്ട് ഇരുന്നതിന് ശേഷം കഴിക്കാവൂ. വേണ്ട ചിക്കൻ. അതെന്തുവാ? കൊഞ്ചാണ് അത്. എനിക്കാണ് വിശന്നിട്ട് വയ്യ. എന്താണ് എല്ലില്ലാത്ത പീസ്? എല്ലില്ല. ആണോ? മതി. അതെന്തുവാ? പൊന്നൂസ് ലഞ്ച് തിന്നു. ഇതാണ് 2 പാനിപൂരി, ഇച്ചിരി നൂഡിൽസ്. എനിക്കാണെങ്കിൽ ഫ്രണ്ട്സ് ഇച്ചിരി ദോശയും സാമ്പാറും ഒന്നും കിട്ടാതെ. കാരണം രാവിലെ ഞങ്ങൾക്ക് എന്നും ബ്രെഡും മുട്ടയും അങ്ങനത്തെ ബ്രേക്ക്ഫാസ്റ്റ് ആണ് കേട്ടോ. നമ്മുടെ ഇന്ത്യൻ ബ്രേക്ക്ഫാസ്റ്റ് അല്ല. നമുക്ക് കഴിച്ചിട്ട് പോവാം. കഴിച്ച ഇത് കൊഞ്ചല്ല, ഇതാ കൊഞ്ച്. ഇതൊരു ഫിഷാണ് കേട്ടോ. ഇവിടുത്തെ ഒരു പ്രത്യേക ഫിഷാണ് ഇത്. ഇതുപോലുള്ള നമ്മൾ ഈ ചമ്മന്തി ഉണ്ടല്ലോ, മുളക് ഉടച്ചത്, അതുപോലത്തെ സാധനത്തിനാണ് ഇവർ ഉപ്പിടുന്നത്. ഇതിനകത്തൊന്നും ഉപ്പിടത്തില്ല കേട്ടോ. ചിക്കനിലായാലും ഉപ്പിടത്തില്ല. ഈ സോസിൽ മാത്രം ഉപ്പിട്ടിട്ട് ഇതിൽ ഡിപ്പ് ചെയ്താൽ ഇവർ കഴിക്കുന്നത്. അപ്പം ഞങ്ങൾ എവിടെയാണേ പോകുന്നത്? സ്ട്രീറ്റിലൊക്കെ. സ്ട്രീറ്റ് അതേ ഉള്ളൂ, വഴി വരുന്നില്ല. അപ്പോൾ അവിടോട്ട് പോവുകയാണ്. ടാക്സി കിട്ടുമോ നോക്കണം. ഇത് നമ്മളായിട്ട് പോകുന്നത് കേട്ടോ. അപ്പോൾ അവിടെ പോയി ഒന്ന് നോക്കിയിട്ട് വരാം. ഇന്ന് എല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ നേരത്തെ വന്നല്ലോ. അതെ. എന്നിട്ട് വന്നിട്ട് ഇനി പൊന്നിന് മൊണ്ടനും പൂളിൽ ഇറങ്ങാം. അവർക്ക് പൂളും മതി, വേറെ എങ്ങും പോകണമെന്നൊന്നുമില്ല. നമുക്ക് നമുക്ക് സ്ട്രീറ്റിൽ എന്തൊക്കെ ഉണ്ടെന്നോ നോക്കി ഫുഡോ എന്തെങ്കിലുമൊക്കെ കഴിച്ചൊന്ന് കറങ്ങിയിട്ട് വരാം. അവനിവിടെ നിൽക്കാൻ തന്നെ കാരണം പൂളാണ്. ടാക്സിയുടെ കാര്യം നമ്മളിവിടെ ടാക്സി വല്ലതും കിട്ടുമെന്നറിയാൻ വേണ്ടിയിട്ട് ഇങ്ങനെ നിൽക്കുവാണ് മുത്തുമണി. നമ്മുടെ നാട്ടിലെ പോലെ അല്ല, ഇവിടെ നമ്മൾ ഓൺലൈനിൽ കൂടെ ബുക്ക് ചെയ്താലേ ടാക്സിയും കിട്ടും. സമയമെടുക്കും. ചിക്കൻ്റെ കാലോ ഇതാണ്. എത്ര രൂപയാ ഒരു പീസിന്? 50 ബാത്ത്. നമ്മുടെ നാട്ടിലെ മാങ്ങയല്ല, വലിയൊരു മാങ്ങ. ഏതെങ്കിലും ഒരെണ്ണം മേടിച്ചു നോക്കാം. പൊന്നു ടച്ച് ചെയ്യരുത്. ഏതെങ്കിലും ഒരെണ്ണം മേടിച്ചു നോക്കാം. ഒന്നും കൂടി ഇങ്ങനെ ചൂടാക്കി തരും. അങ്ങനെയാ. അതൊത്തിരി മുറിച്ച് തരും. ബനാന ന്യൂട്ടല്ല മുത്തുമണീസ് 100 ബാത്ത്. അപ്പം 3 കൂട്ടം അവിടെ നിന്ന് കരിക്ക് വാങ്ങിച്ചു കൊടുക്കാൻ പോയി. പൊന്നൂന് ഇത് വേണോ? വീട്ടിൽ ന്യൂട്ടല്ലയും ഇതൊക്കെ സുഗലമായി കിട്ടും. ബട്ട് ഇവിടെ വിലയാണ്. സാധനം
സാധനം കിട്ടി. പൊന്നു കഴിച്ചു നോക്ക്. മോനൂട്ടന്നെ ഒരു സ്റ്റിക്ക് കൊടുക്ക്. ഒരെണ്ണം അവന് കൊടു പൊന്നു. എന്നാ മോനൂട്ടാ, നല്ല ചൂടുണ്ട് കേട്ടോ. പതുക്കെ പതുക്കെ ചൂട് 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 ചൂട്. അതിനകത്ത് നമ്മുടെ അവിടെ പോലെ കരിക്കില്ലല്ലോ. കഴിച്ചോ, അണ്ണം കഴിച്ചോ. ഇവിടുത്തെ കരിക്കിന് എന്തോ പ്രത്യേകത ഉണ്ടെന്ന് പറയുന്നത് കേട്ട്. നല്ല രുചിയുണ്ടോ? ആ നോക്കട്ടെ മോനെ, അമ്മ കുടിച്ചു നോക്കട്ടെ. വേറെ രുചിയുണ്ടല്ലേ? മധുരവും കൂടുതൽ, പിന്നെ ഐസിലൊക്കെ വെക്കുന്നത് നല്ല തണുപ്പാണ്, നല്ല രസമുണ്ട്. നീ ഒരു കാര്യം ചെയ്യ്. ചെറിയ ചെറിയ ഒരു ഐറ്റമൊക്കെ വാങ്ങിച്ച് പൊന്നൂസൻ മോണ്ടനൊക്കെ കൊടുത്തു. പിന്നെ നമ്മൾ റൂമിലോട്ട് പോകുന്ന വഴിയിൽ ഒരു സൂപ്പർ മാർക്കറ്റ് ഉണ്ട്. അവിടെ കയറിയിട്ട് കുറച്ച് ബന്ന് അങ്ങനെയുള്ള ചെറിയ ഐറ്റംസ് ഒക്കെ വാങ്ങാമെന്ന് വിചാരിച്ചു, സ്നാക്സ് ആയിട്ട് കുഞ്ഞുങ്ങൾ വിശക്കുമ്പോഴൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ടേ. അപ്പോൾ ഇത് അവിടെ നിന്ന് ഐസ് എടുത്തു കേട്ടോ. ഇത് ഏറ്റവും വില കുറഞ്ഞ ഐസാണ്. നമ്മുടെ നാട്ടിലൊക്കെ നമ്മൾ 10 രൂപയ്ക്ക് വാങ്ങുന്നതാണ്. ഇവിടെ 20 ബാത്താണ് ഇതിൻ്റെ വില. ഏകദേശം നമ്മുടെ നാട്ടിലെ 20 രൂപയുടെ ത്രിബിൾ അതാണ് ഇതിൻ്റെ വില. അങ്ങനെ ലാസ്റ്റ് അണ്ണൻ അത് വാങ്ങിച്ച് തന്നു കേട്ടോ. അത് കഴിഞ്ഞിട്ട് പിന്നെ ബന്ന്, പിന്നെ പൊന്നൂസിന് മോണ്ടനും എന്തോ ഒരു പിന്നെ നമ്മുടെ നാട്ടിലൊക്കെ വാങ്ങുന്നതിൻ്റെ ജെല്ല് പോലത്തൊരു മുട്ടായി, അതൊക്കെ വാങ്ങിച്ചു കൊടുത്തു. പിന്നെ നമ്മൾ നമ്മുടെ ഹോട്ടലിലോട്ട് പോകുന്നതിൻ്റെ താഴെയായിട്ട് വേറൊരു ഫുഡ് കഴിക്കുന്ന റെസ്റ്റോറൻറ്റ് ഉണ്ടായിരുന്നു. അവിടെ കയറിയിട്ട് ഈ ലെമൺ റൈസ് പോലത്തെ റൈസാണ്, പിന്നെ ബോണില്ലാത്ത കുറച്ച് ചിക്കൻ പീസും ഉണ്ട്. ഇതിന് 100 ബാത്താണ് കേട്ടോ. അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു പിസയും വാങ്ങിച്ച് പൊന്നൂസിന് മോനൂക്കുട്ടനും കൊടുത്തു. ക്ഷീണിച്ചേട്ടോ, ഭയങ്കര ക്ഷീണം. അവിടെ കയറി നമ്മൾ റൂമിൽ പോയോ സ്വിമ്മിംഗ് പൂളിൽ പോയി ചാടും. അപ്പം നാളത്തെ വ്ലോഗായിട്ട് കാണാം.